മാറിക്കിടോ. 4 steps posted for August 10, 2018. ഹലോ, കേസ് ഉണ്ട്, അങ്ങോട്ട് മാറിക്ക്. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മടിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. ക്രോസ് അല്ലേ? യെസ് യുവർ ഓണർ. ഇൻ ക്യാം വേണോ? മൈ ക്ലയന്റ് റിക്വസ്റ്റ് ഇൻ ക്യാം യുവർ ഓണർ. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകാൻ പറ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് പുറത്തു പോയട്ടെ, ഒന്ന് പുറത്ത് പോയട്ടെ. ഒന്ന് വേഗം പോട്ടെ പോട്ടെ പോട്ടെ. വേഗപ്പാ, വേഗം വേ ഇറങ്ങ്. ഒന്ന് മാറിയെന്ന ഇവിടെ നിൽക്കറ. മാറ് 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 മാറ്. മുടി കറിയുന്നുള്ളൂ. കൊറേ പഠിക്കാണ്ടല്ലേ, വെറുതെ എല്ലാം പുറത്താക്കി. നിങ്ങളോടല്ല നോക്കല്ല എന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറിക്കേ. പേരെന്താന്ന്? കാന്തി. അതെനിക്കറിയാം. മൊത്തം പേര് പറഞ്ഞോളൂ. കാന്തി ശിവദാസൻ. ശിവദാസ് എന്ന് പറഞ്ഞ അച്ഛന്റെ പേരില്ലേ? ഭർത്താവിന്റെ പേരെന്താന്ന് ഒപ്പരം ചേർക്കാത്തത്? ഇറ്റ്സ് എ ചൈൽഡിഷ് ക്വസ്റ്റ്യൻ യുവർ ഓണർ. ഭർത്താവിന്റെ പേര് ഒപ്പരം ചേർക്കുന്ന നിർബന്ധമുണ്ടാ? എന്റെ പേര് പ്രദീപ മഞ്ഞോടി എന്നല്ലേ? മഞ്ഞോടി എന്റെ ഭാര്യന്റെ പേരല്ലോ. അപ്പൊ അതെന്താ മാറ്റാത്ത? കാന്തി സജിത് കുമാർ എന്ന് ചേർത്ത് വിളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറയുന്നു. അത് ശരിയാണോ? തെറ്റാണ്. കാന്തി ഷജിത് കുമാർ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ശരിയല്ല. റൈറ്റ്? വിവാഹം കഴിഞ്ഞ് നാളിതുവരെ നിങ്ങളൊരു ഭാര്യയുടെ കടമകളൊന്നും നിർവഹിച്ചിട്ടില്ലെന്നും ഹർജിക്കാരന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്നും പറയുന്നു. ശരിയാണോ? ശരിയല്ല. ആ പറഞ്ഞത് ശരിയല്ല. വളരെയധികം പ്രതീക്ഷകളോടെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്റെ കക്ഷിക്ക് ഒരു ഭാര്യ എന്ന നിലയിൽ നിരാശ മാത്രമാണ് നിങ്ങൾ നൽകിയെന്ന് ഞാൻ പറയുന്നു. ശരിയാണ്? ശരിയല്ല? അല്ല. ശരിയല്ല. നിങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഒരു പൂർണ്ണ പരാജയമാണെന്നും ഹർജിക്കാരനെ നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നും പറയുന്നു. ചോദിച്ചിട്ടില്ലേ? ശരിയാണോന്ന് പറഞ്ഞോളൂ. സാർ, വക്കീൽ ഒരു ഇൻസൾട്ട് ചെയ്യാൻ നോക്കുന്നതാണ്. ഷീസ് എ വുമൺ. എന്റെ വായിത്തൊന്നൊക്കെ ചോദിക്കേടെ. There's no point. നിങ്ങൾ എന്തിനാണ് ചൂടാവുന്നത്? ഇതിൽ പറഞ്ഞിട്ടുള്ള മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ. സെക്സ് റെഫ്യൂസൽ സ്ട്രോങ് ഗ്രൗണ്ട് ആണ്. ഐ ആം ട്രൈങ് ടു പ്രൂവ് മൈ ഗ്രൗണ്ട് യുവർ ഓണർ. എന്ത് പ്രൂവ് ചെയ്യാനാന്ന്? നീ ഓരോ ബെഡ്റൂം വെക്കരുത് നോക്കിനാ. ഇത്ര നാളുകൾ കേസ് വെച്ച എല്ലാവരുടെയും ബെഡ്റൂമിൽ കയറി നോക്കിയിട്ടാണ്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഹർജിക്കാരനോട് ആത്മാർത്ഥമായ സ്നേഹമില്ലെന്നും നിങ്ങൾ അദ്ദേഹത്തിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നും ദാമ്പത്യത്തിലെ സെക്സ് എന്ന അവകാശത്തെ നിങ്ങൾ അയാൾക്ക് മനഃപൂർവ്വം നിഷേധിക്കുകയാണെന്നും. നിങ്ങളിങ്ങനെ മിണ്ടാണ്ട് നിൽക്കല്ലേട്ടാ, പറഞ്ഞൂട്. റിപ്പീറ്റ് ചെയ്യണോ? ശരിയല്ല. എനിക്കൊരിഷ്ടമാണ്. നിങ്ങളുടെ ഭർത്താവായ ഹർജിക്കാരന് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നൽകാൻ നിങ്ങൾക്ക് കഴിവില്ല. ശരിയല്ലേ? നിങ്ങൾ ഈ വിവാഹമോചനത്തിന് സമ്മതിക്കാത്തത് ഷജിത് കുമാർ എന്ന ഹർജിക്കാരനെ മനഃപൂർവ്വം ദ്രോഹിക്കാനും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്നും പറയുന്നു. നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? സർ, ഇതെന്താന്ന് കോളേജ് പിള്ളേരോട് ചോദിക്കുന്ന മാതിരി. പ്രദീപൻ സർ, ദിസ് ഈസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മേ ഐ? നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? നിങ്ങൾ കല്യാണത്തിന് മുന്നേ പ്രേമിച്ചിട്ടുണ്ടോന്ന്? ഉണ്ട്. ഉണ്ട്. എത്ര പേരെ? This is nonsense, sir. എത്ര പേരെ? നമ്പർ പറയാൻ പറ്റില്ല? അത് നമ്പർ ഓർമ്മയില്ലേ? നിങ്ങൾ മുമ്പ് പലരെയും പ്രേമിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാരനോട് നിങ്ങൾക്ക് ഒരു തരി പ്രേമം പോലും ഇല്ലെന്നും ഈ വിവാഹത്തിലൂടെ ഹർജിക്കാരന്റെ ജീവിതവും സ്വപ്നവും നിങ്ങൾ തകർക്കുകയായിരുന്നെന്നും ഞാൻ പറയും. ശരിയല്ലേ? ഫിനിഷ്ഡ്? യെസ് യുവർ ഓണർ. താങ്ക് യു. ഇറങ്ങിക്കോളൂ.
ആർപി യെസ്. ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. ഇതെന്താ എല്ലാരും ഇവിടെ? ആ അകത്ത് പൊരിഞ്ഞ അടി നടക്കുന്നതാണ്. എന്തിനി? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലാ. എന്നിട്ട് ആരാ ജയിച്ചേ? അതറിയില്ലപ്പാ. അതല്ല, ബാത്റൂം അല്ല, കോടതിയാ. നീ എന്തിനാ കല്യാണം കഴിച്ചേ? നീ എന്തിനാന്ന് കല്യാണം കഴിച്ചതെന്ന്? ഐ, എന്തിനാ ആടയുടെ നോക്കുന്നേ? മലയാളം തിരിയില്ലേ? എന്തിനാ കെട്ടിയതെന്ന്? ആ, എന്തിനാ കെട്ടിയതെന്ന് അറിയില്ല. നിങ്ങൾ ഓരോ സംസാരിക്കാൻ സമയം കൊടുക്കപ്പോ. ശരി ശരി, നിന്റെ സമ്മതപ്രകാരാണ് കല്യാണം നടന്നത് അല്ലേ? ശരിയല്ലേ? വീട്ടുകാരാദ്യം ഉറപ്പിച്ച് അതിന് ശേഷം നീ കഥ പറയല്ലപ്പാ, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി കേട്ടാ. നീ സമ്മതിച്ചിട്ടല്ലേ കല്യാണം നടന്നത്? എന്റെ സമ്മതപ്രകാരമാണ് വിവാഹം നടന്നിട്ടുള്ളത്. വിവാഹശേഷം ഒരാഴ്ചക്കാലം മാത്രമേ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു, ശരിയല്ലേ? അതെ. ഈ ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾക്ക് ഭാര്യയിൽ നിന്ന് സെക്സ് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയത് അല്ലേ? ഈടെ നോക്കി സംസാരിക്കപ്പാ. ചോദിച്ചതിന് ഉത്തരം പറയൂ. വക്കീല് ചോദിച്ചത് ശരിയാണോ? അതെ. ഏത് തരത്തിലുള്ള കടമകളാണ് എതിർകക്ഷി നിർവഹിക്കാത്തതെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറ്റില്ല. അതിപ്പോ എങ്ങനെ? ജാജു പറയാപ്പാ. യെസ് ഓർ നോ? നോ. നോ. ഇത് നിങ്ങളെ പെടുത്തുക. കല്യാണത്തിന് അന്ന് അത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? എക്സിബിറ്റ് 2 ഓൾറെഡി മാർക്ഡ് യുവർ ഓണർ. യെസ് യെസ് യെസ്. കല്യാണം കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നിങ്ങളും എതിർകക്ഷിയും തമ്മിൽ സ്നേഹത്തിലും സന്തോഷത്തിലുമായിരുന്നെന്നും മറ്റു ചിലരുടെ ഉപദേശങ്ങൾ കൊണ്ടാണ് പിരിയാനുള്ള തീരുമാനത്തിലെത്തിയതെന്നും ഞാൻ പറയുന്നു. അല്ല. അല്ല, നിങ്ങൾക്ക് എതിർകക്ഷിയുടെ സ്നേഹം ഉണ്ടല്ലേ? ഇല്ല. നിന്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂന്നും എതിർകക്ഷിയെ പോലെ പെണ്ണിനെ സമൂഹത്തിൽ അപമാനിക്കാൻ നിങ്ങൾക്ക് ആവില്ലെന്നും അമ്മയും സഹോദരികൾക്കുള്ള പുരയെന്ന് വന്ന നിനക്ക് ഇത്ര പാവമായ എതിർകക്ഷിയെ ദ്രോഹിക്കാനാവില്ലെന്നും കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയതെന്നും ഇതെന്റെ കക്ഷി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്നതാണ്. ഇത് എനിക്ക് ഡൈവോഴ്സ് വേണം. ഓളെ എനിക്ക് ഇഷ്ടമല്ല. ഈടെ പറഞ്ഞൊന്നുമല്ല സത്യം. വക്കീല് പറഞ്ഞിട്ടാണോ? സത്യം പറഞ്ഞു. നീ ഈടെ കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞോ. ഓറ് പറഞ്ഞൊന്നുമല്ല കാരണം. എന്റെ പ്രശ്നം അതൊന്നും അല്ല. ഓളെ എനിക്ക് വേണ്ട. എനിക്ക് ഡൈവോഴ്സ് വേണം, വേറൊന്നും എനിക്ക് അറിയില്ല. സി യുവർ ഓണർ, ഫീസ് കിട്ടാനും കേസ് ജയിക്കാനും വേണ്ടി അഡ്വക്കേറ്റ് പ്രതിഭ മഞ്ഞോടി ഫ്രെയിം ചെയ്ത ഗ്രൗണ്ട്സ് മാത്രമാണ്. നോ യുവർ ഓണർ, എന്റെ കക്ഷി ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ്. എന്തെന്നാണ് വക്കീലെ ഇത്? ഞാനിവിടെ ഇരിക്കുന്നത് പിരിക്കാനല്ല. നിങ്ങൾ അങ്ങനെ കരുതിയിരിക്കുന്നത്? എടോ, നല്ല മാന്യമായ രീതി കേസെടുക്കുക. എന്ത് തോന്നിവാസം കാണിക്കാൻ തന്നോ? നിങ്ങളുടെ പേരിലാണ് ഞാൻ കേസെടുക്കേണ്ടത്. നിങ്ങളാണ് ആ പെൺകുട്ടി അപമാനിക്കാൻ നോക്കിയത്. എന്തിനാടോ ഇങ്ങനെ പൈസ ഉണ്ടാക്കണേ? സോറി സർ. നോ, ഇനി മേലാൽ ഇമാരി തട്ടിപ്പാട്ടി കോടതിയിൽ വരരുത്. സർ, ഓ, എന്റെ എക്സ്പീരിയൻസിന്റെ പകുതി പ്രായം പോലും നിനക്കില്ലടോ പ്രതിഭ. എല്ലാ കളിയും കളിച്ചോനായി RP. തിരിഞ്ഞിനാ? വക്കീലെ, സോറി. എനിക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല. മിണ്ടരുത്. നിന്നെ നീടെ കണ്ടുപോരുത്. ഇനി പൊട്ടണം, ശരിയായ പൊട്ടൻ. എനിക്ക് പോയി ചത്തൂടെ? പിടിച്ചു നിൽക്കാൻ പറ്റില്ല പോലും. എന്നെ മാനം കെടുത്തപ്പോ എനിക്ക് സമാധാനമായല്ലോ. ഇനിയല്ല എന്തിനാണ് കല്യാണം കഴിച്ചത്? എനിക്ക് ഈ ജന്മത്തിൽ ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല. എനിക്കെന്തല്ലോ പറയണമെന്നുണ്ട്. ഇനി ഇടുന്ന ഞാൻ തല്ലിപ്പോവും. ഇതോടെ തീർന്നു കേട്ടാ. ഏത് സമയത്താണോ എന്റെ കേസെടുക്കാൻ തോന്നിയത്? ശരിയായ ബോൾട്ടാണ്ടാ നീ. ഓ
അത് നമുക്ക് ഡീലാക്കാം. ഇപ്പൊ വരും. പ്രതിഭട്ട വക്കീൽ വാ. അങ്ങനെ നിങ്ങൾ കാര്യം പറ, എന്താ പ്രശ്നം? ശരിയാ പറ. പ്രതിഭട്ട കാര്യം എന്താ വെച്ചാ പറ. ഒന്നുമില്ല, പ്രതിഭ തോറ്റു. അതെന്ത് ന്യായമാണ്? മുദ്രാവാക്യം വിളിക്കാൻ, പോസ്റ്റ് ഒട്ടിക്കാൻ, അടി ഉണ്ടാക്കാനും മാത്രം മതി ഞാനൊക്കെ. അവസാനം സീനിയർ വന്നപ്പോ ആടുന്നൊന്നും ഒരുത്തനെ പിടിച്ച് നിർത്താനാണ് ഞാനൊക്കെ. എന്തിനാണ് പിന്നെ ഇത്ര നാൾ കൊടി പിടിച്ച് നടന്നിന്? എന്ത് എന്റെ പ്രതിഭ, ഇന്റെ LLB കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റൂല. ഇന്ന ഈട ആർക്കാണ് അറിയാവുന്നത്? എന്ത് പേരാണ് എനിക്ക് ഈട ഉള്ളത്? അത് പോട്ട് ഇഞ്ഞി വാദിച്ച് ജയിച്ച് ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാ 4 ആൾ അറിയുന്നത് എന്തെന്നാണ്? പിന്നെ നീ ഇപ്പൊ ചെല്ലു പ്രതിഭ. മീറ്റിംഗ് എടുക്കാണ്ട് ചായ മതി. അത് ശരി, അപ്പൊ എന്നെ ഒഴിവാക്കുന്നതാണ്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ മത്സരിക്കാൻ നിർത്തിക്കോ. പക്ഷെ ഞാനും ഇവിടെ തന്നെ കാണും. പ്രദീപിന് വലുത് പാർട്ടി തന്നെയാ. എന്ത് പറയാനാന്ന് കനകേട്ടാ? പ്രദീപിന് പേരില്ലാത്തോണ്ട് മത്സരിക്കരുത്, അതല്ലേ? നടക്കട്ടെ, കുഴപ്പമില്ല, മതിയെന്ന്. നിങ്ങളവിടെ ഇരുന്നോ, കുഴപ്പമില്ല, അവിടെ ഇരുന്നോ. ഞാൻ പോകുന്നത്. ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഷജിത് കുമാർ, ഞാൻ ചാവാൻ പോകുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുന്നേരം ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. എൻ്റെ ലൈഫ് നായനയ്ക്ക് മന്ത്രിയായി. എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ നല്ലൊരു ലൈഫ് നശിപ്പിച്ച്. നല്ലൊരു വിവാചിതം ഇനി എനിക്കുണ്ടാവില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എൻ്റെ വീട്ടുകാരും അഡ്വക്കേറ്റ് പ്രതിവൻ മഞ്ഞൂടിയുമാണ്. ഗുഡ് ബൈ. ഇപ്പൊ ഈ കഷണ്ടിയൊക്കെ ഒരു ഫാഷനാന്ന്. പ്രകാശ് ചേട്ടന് അതിനും മാത്രം കഷണ്ടിയൊന്നും ഇല്ലല്ലോ. ഇല്ല, എനക്കില്ല, ഞാൻ പൊതുവെ പറഞ്ഞാന്ന്. ഈ മുടിയില്ലാത്ത ചിലരൊക്കെ ഹെയർ ഫിക്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പോറാന്ന്. ഇങ്ങക്ക് ഇതാണ് ബ്യൂട്ടി. താങ്ക് യു. ശരിക്കും ഇങ്ങക്ക് എത്ര വയസ്സായിന്? ജസ്റ്റ് 38. കൊമ്പായാലും 39 കഴിയും. എന്താ ചായ കുടിക്കാതെ? കുടിക്കേ. ഇന്റെ ജോലി എന്തെന്നാ? ഓനെ അറിയില്ല നിങ്ങള്? തിരക്കുള്ള വക്കീലാ. ഹൈക്കോർട്ടിലൊക്കെ തോനെ കേസുണ്ട്. വക്കീല് ചായ കുടിക്ക്. ശംസു, ഒരു മിനിറ്റ്, ഞാൻ പുറത്തുണ്ട്. കണ്ടില്ല നിങ്ങള്? ഓന് തിരക്ക് തന്നെയാ. പറഞ്ഞോളൂ, എന്താന്ന്? പ്രതിഭട്ടങ്ങളൊന്ന് പെട്ടെന്ന് ഇടം വരെ വരണം, ചെറിയൊരു പ്രശ്നമുണ്ട്. നീ കാര്യം പറ. എന്താന്ന് പറയാം. എന്താ കാര്യം? നിങ്ങളൊന്ന് കണ്ടുനോക്ക്. എന്താന്ന്? നല്ലൊരു വിവാചിതം ഇനി എനിക്കുണ്ടാവില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എൻ്റെ വീട്ടുകാരും അഡ്വക്കേറ്റ് പ്രതിവൻ മഞ്ഞൂടിയുമാണ്.
അടിക്കല്ലേ അടിക്കല്ലേ മാറി 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 പ്രതിഭനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോടാ? നീ ആരാണ്? ഓനെ മാറ്റി ഓനെ മാറ്റി ചത്തൂടാ നിനക്ക്. നീ എന്നെ എന്താക്കാനാണ്? വേണ്ട ആൾക്കാർ കാണും ആൾക്കാർ കാണും ആൾക്കാരെ കണ്ടോ? ഓൻ എന്നെ പേടിപ്പിക്കുന്ന അതല്ല പ്രതിപേട്ട കോടതിയിൽ പണിയെന്ന് പറഞ്ഞിട്ടാണോ? മാറി നീ മോൻ. നിങ്ങളൊന്ന് അടങ്ങ് വേണ്ടപ്പാ. ഇവിടെ വന്നു നിങ്ങളോനെ തല്ലി എന്തായാലും ഭയങ്കര പോറായി ഇല്ലടാ, നീ ഓനെ പിടിച്ചോളാം, ഞാൻ മടിയിൽ മുത്തം കൊടുക്കാം. അതല്ല ചെങ്ങായിന്റെ അവസ്ഥ അതേനെ കൊണ്ടായിരിക്കും വാ ഓനൊരു കഥയില്ലാത്തവനെ നമുക്ക് അറിഞ്ഞൂടെ മുകേഷ് പിന്നാലെ പോയതിനെ കൊണ്ട് എസ്കേപ്പായി ഒറ്റ ബുദ്ധിയാണ് പ്രതിയോട്ട് വരാട്ടറ അടിക്കാം ഞാൻ വേറെ ഒരു ഫോൺ ചെയ്യണോടാ. നിങ്ങൾ നമ്പർ ഇറക്കല്ലേ ഭായി അതിൻ്റെ ഇടയിൽ കൂടെ വക്കീലെ സോറി നിങ്ങളെ മോശക്കാരനാക്കാനൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് ചാവുള്ള ധൈര്യമില്ലേനു അപ്പോൾ അങ്ങനെ ചെയ്യാനേ തോന്നി അതാണ് മുകേഷ് വന്നില്ലായിരുന്നു എന്താ അവന് ചെങ്ങായി നമ്മളെല്ലാം തൂങ്ങിയനെ വകുപ്പ് 306 തിരിയുണ്ടോ അങ്ങക്ക് പിള്ളേറുകളില്ലാതെ മുകേഷ് വന്നില്ലെങ്കിലും ഞാൻ ചാവില്ലേനു ആ ബെസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ ഒരു കോമാളിയാണ് ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കാൻ പോലുള്ള ധൈര്യം എനിക്കില്ല വീട്ടിൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് കൂട്ടിലിട്ട് ഈടം വരെ എത്തി കല്യാണം പോലും എനിക്കൊരു കൂട്ട് വേണേനു പക്ഷെ ഓളെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റണ്ടേ വക്കീലെ പൊട്ടനാണെങ്കിലും എനിക്ക് വലിയ ഇഷ്ടങ്ങൾ അത് പോട്ടെ, ഇനി അത് വിട്. ഓരണ്ട മോശം. ഓ പിന്നെ നിങ്ങൾ അവനെ തല്ലിയതാരും കണ്ടില്ലല്ലോ അതൊന്നും അത്ര മോശമല്ല നിങ്ങളൊന്ന് പോയാടുന്നു ഇനി അത് കാര്യമാക്കണ്ട, എനിക്ക് വേദനിച്ച അത് മനസ്സിലാക്കണ്ട. ആ പോട്ടെ, ഇനി ചെല്ല്, ചെന്നുവിടും, ചെല്ല്. ഓൻ പാവല്ലാന്ന്. ഇപ്പം എന്താ പരിപാടി? എന്ത് പരിപാടി? കള്ളുടിക്കാം. ഓൻ്റെ കാര്യത്തിൽ എന്താ പരിപാടി? ഓനും കൊടുക്കാം. ഇതോടുകൂടി ചിക്കൻ ശരിയാവും. അമ്മണിയാ ഇത് പിടിച്ചാ. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല. പിടിക്കുന്നു നമുക്ക് ഉഷാറാക്കാൻ അങ്ങോട്ട് കുടിച്ചൂടെ? ആ കണ്ടില്ലേ കണ്ടില്ലേ അതുപോലെ ചൂടങ്ങ്. എല്ലാരും കൂടെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോകുന്നതാണ്. പറഞ്ഞോ. ഇന്റെ കേസ് നമ്മൾ വീണ്ടും ശ്രമിക്കാൻ പോകുന്നതാണ്. നമ്മൾ പിടിക്കാൻ പോകുന്നതാണ്. പിരിക്കാൻ പോകുന്നതാണ് അങ്ങനെ പറ. പ്രതിവേട്ട, ഇനി നമുക്ക് നിങ്ങളുടെ ആ പഴയ പാട്ടുണ്ടല്ലോ ഇവിടെ അമ്മണിക്ക് വേണ്ടിട്ടല്ലേ നമ്മളെല്ലാം കൊട്ടിത്തരാന്ന്. അമ്മണിക്ക് വേണ്ടിട്ടാണെങ്കിൽ ഓക്കെ, പിടിച്ചോ. ചന്തം തികഞ്ഞൊരു പെണ്ണേ ആ ചന്തം തികഞ്ഞൊരു പെണ്ണെ നിനക്കെന്റെ നെഞ്ചിൽ കൂട്ടി ഞാൻ കൂട്. ചന്തം തികഞ്ഞൊരു പെണ്ണെ നിനക്കെന്റെ നെഞ്ചിൽ കൂട്ടി ഞാൻ കൂട്. കാത്തിരുന്നപ്പോഴോ നീ അണഞ്ഞപ്പോ കാറ്റു പറത്തിയ കൂട്. കാത്തിരുന്നപ്പോഴോ നീ അണഞ്ഞപ്പോ കാറ്റു പറത്തിയ കൂട്. മോഹത്തിൻ വല്ലിയിൽ മുള്ളു തറച്ചാലി പൂത്തുവിടരുമോ പൂവ്. മോഹത്തിൻ വല്ലിയിൽ മുള്ളു തറച്ചാലി പൂത്തുവിടരുമോ പൂവ്. പെണ്ണിന്റെ നെഞ്ചിൽ കോപം നൂരച്ചാലി പൊട്ടി മുളയ്ക്കുമോ പ്രേമം. പെണ്ണിന്റെ നെഞ്ചിൽ കോപം നൂരച്ചാലി പൊട്ടി മുളയ്ക്കുമോ പ്രേമം. പൊട്ടി മുളയ്ക്കുമോ പ്രേമം. കണ്ണിൽ കൊള്ളാതെടുക്കണം മുള്ളിനെ കാതോരം ചൊല്ലി എറിയണം പ്രേമത്തെ. കണ്ണിൽ കൊള്ളാതെടുക്കണം മുള്ളിനെ കാതോരം ചൊല്ലി എറിയണം പ്രേമത്തെ. കണ്ടോണ്ടിരുന്നാൽ ആ കരകരപ്പഴം കാക്ക കൊത്തി പോകും ചങ്ങാതി. കാക്കച്ചി കൊത്തി പോകും. കണ്ടോണ്ടിരുന്നാൽ ആ കരകരപ്പഴം കാക്ക കൊത്തി പോകും ചങ്ങാതി. കാക്കച്ചി കൊത്തി പോകും.
പെണ്ണിന്റെ ശീലമറിയുവാൻ കൂട്ടരെ കണ്ടറിഞ്ഞാലൊന്നും പോരാ. പെണ്ണിന്റെ ശീലമറിയുവാൻ കൂട്ടരെ കണ്ടറിഞ്ഞാലൊന്നും പോരാ. കൊണ്ടറിയുമ്പോഴോ ആണിന്റെ ജീവനിൽ ഷാപ്പിലെ വെള്ളത്തിൻ താളം. കൊണ്ടറിയുമ്പോഴോ ആണിന്റെ ജീവനിൽ ഷാപ്പിലെ വെള്ളത്തിൻ താളം. സഖാവ് പ്രതിഭട്ട്. ആ പറ പ്രതിഭ. കണ്ണേട്ടാ, ഈടത്തെ മതിലിൽ പ്രദീപ മഞ്ഞൂരിയുടെ പടമുള്ള പോസ്റ്റർ പതിവ്. അങ്ങനെ കണ്ടവന്മാരെ ഒന്നും ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ എന്തിനാ ഇവിടെ? പ്രദീപനൊരു കളി കളിക്കാൻ പോകുന്നതെന്ന് പേരുണ്ടാക്കാൻ നമുക്കും അറിയാപ്പാ. ശംസു, കക്ഷി അമ്മണിപ്പിള്ളേന്റെ കേസിൽ ഇനിയും ഞാനും കാണാത്തൊരു സെൻസേഷണൽ ഐറ്റം കിടക്കുന്നുണ്ട്. നമ്മളതിൽ പിടിച്ചൊരു കുലുക്കാൻ പോകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമല്ലേ? വേണം സാറേ, എനിക്ക് പിശാചിന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല. എനിക്കും പറ്റൂല. സാറേ, ഇയാളുടെ ഉള്ളില് കല്ലാണ്, കല്ല്. നീ മിണ്ടരുത്. നിന്നെ കെട്ടണ്ടെന്നേ എന്റെ അമ്മ പറഞ്ഞതാ, ഞാനത് കേട്ടില്ല. അതാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. ഇങ്ങനെ കെട്ടാൻ പിന്നെ ഹേമാമാലിന് വരുമായിരുന്നു മനുഷ്യ. ഒന്ന് പോടാന്ന്. സാറേ, ഇയാളുടെ അമ്മ ഉണ്ടല്ലോ, ഡാഗിനി ആയിരുന്നു സാറേ, ഡാഗിനി. എന്നെ വെള്ളം കൊറേ കുടിപ്പിച്ചു. നിങ്ങൾക്ക് കിട്ടിയ ലോട്ടറിയാണ് മനസ്സിലാ ഞാൻ. ആടി കീറിയ ലോട്ടറി. എടി, എന്നെക്കാൾ സൗന്ദര്യമുള്ളവനെ ഈ തലശ്ശേരിയിൽ ആരാടി ഉള്ളത്? പ്രശ്നമാക്കണ്ടെന്ന് നമുക്ക് സോൾവ് ആക്കാം. ഒരു സോൾവും ഇല്ല സാറേ. എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റൂല. എനിക്കും എനിക്ക് ഡൈവേഴ്സ് വേണം. ഇയാൾക്ക് വരെ കെട്ടാനാണ് സാറേ. ആടി കെട്ടാനാടി കേട്ടില്ല സാറേ, മനസ്സിലിരിപ്പ് കാലമാട നിന്റെ അപ്പൻ. ഒരു മിനിറ്റ്. എത്ര വർഷമായി ഒരുമിച്ചിട്ട്? 60. 61 സാറേ. ഇയാൾക്ക് മറവിണ്ട് ലേശം. മറവി നിന്റെ അപ്പനും മാന്യായിട്ട് സംസാരിക്കും. ഹലോ, നിർത്ത്. 61 വർഷം. ഇവിടെ പലരും ഒരു വർഷം ജീവിക്കാൻ പാടുപെടുക. അപ്പോഴാ നിങ്ങളൊക്കെയാണ് ഈ ഭൂമിയിലെ മഹാത്ഭുതങ്ങൾ. മക്കളും മക്കളും ഒക്കെ ആയില്ലേ? എന്തിനാ ഇനി പിരിയുന്നത്? ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് ജീവിച്ചു കൊടുക്കണം. എനിക്ക് ഡൈവേഴ്സ് ചെയ്ത് തരാൻ പറ്റുവാ? ഡിവോഴ്സ് ആക്കി തരാം. ഒരു കാര്യം ചെയ്യും, രണ്ടാളും ചിത്രവാണി പോയി ഒരു സിനിമയൊക്കെ കണ്ട് ആ പാരീസിൽ പോയി ഒരു ബിരിയാണിയെ കഴിച്ച് നേരെ ഇങ്ങോട്ട് വാ. എന്നിട്ടും നിങ്ങളുടെ അടി തീർന്നില്ലെങ്കിൽ കയ്യോടെ ഞാൻ എടുത്തുതരാം. ഡിവോഴ്സ് പറയൂ. അപ്പൊ ചെല്ല, നീ വീട്ടിലേക്ക് വാ. എനിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകൂ. നെക്സ്റ്റ്. ഞാനും വരുന്നുണ്ട്. വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. പിന്നെ കൂടെയുള്ള പോലീസ്. എന്താ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറയുന്നു. സാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. സാർ ഞാൻ പറയുന്നത് കേട്ടാ സാറിന് മനസ്സിലാവും. സാർ ഒന്ന് ഒരു അബദ്ധം പറ്റിയാണ് സാർ. സാർ ഒന്ന് കേട്ടാ സാറിന് മനസ്സിലാവും. സാർ സാർ പ്ലീസ് സാർ, ഒരു ചാൻസ് കൂടെ സാർ. ഇത് നടക്കൂല പ്രതിപേട്ട. നടന്നു ശംസു. ഹംസ ഒറ്റയ്ക്ക? ഇല്ല, രണ്ടാളും കൂടി ഉണ്ട്. ഓ, എന്താ ഈ കാര്യം? എന്താണ് 2000 ഉറുപ്പ് കൊടുക്കാന്ന് പറഞ്ഞ വലിയ പണിയാ. കോടതിക്ക് അങ്ങനെ പലതും പറയാം. അതിനെ കൊണ്ട് ഞാൻ രണ്ടാളും ഒപ്പം കൂട്ടി. ഇത് ആദ്യം വരും അവന, രണ്ടാം പേര് ആയുഷ. നമസ്കാരം. രണ്ടാളും നിങ്ങളുടെ വലിയ ഫാനാ. താങ്ക് യു. ഒരു മിനിറ്റ്. സാറ് വഴങ്ങണം. രണ്ടു തവണ കണ്ട ബീവിമാർക്ക് വേണ്ടി വന്നതാ. ആയിക്കോട്ടെ. ഇഷ്ടപ്പെട്ടില്ല പാടെ ഇന്റർവ്യൂ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങിപ്പോവാം. മോനെടുത്തു. ഒരു സെക്കൻഡ്. എന്താ ആളിങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് ബഹുമാനിച്ചു. സർ
എൻ്റെ മോനെ പോറ്റാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് വക്കീലെ. നിങ്ങൾ എന്ത് നാന്ന് അതൊരു സന്തോഷത്തിന് വാങ്ങിക്കൊടുത്ത. ആ കേസിന് ഞാൻ എടുക്കുന്നില്ല. അതിനുവേണ്ടി വെറുതെ സ്നേഹം വേസ്റ്റ് ആക്കണ്ട. പിടിക്കേ. അങ്ങനെ പറയല്ലപ്പാ. പറയുന്നില്ല. സർ ശരി എന്നാ. സംഭവം ചീറ്റി പ്രതിപെട്ട. കുറച്ച് മാംഗോ ജ്യൂസ്. എന്താണോ സാർ ഒറ്റ കാര്യം, സാർ കേസ് എടുക്കണ്ട. പക്ഷെ എനിക്ക് ചില പറയാനുണ്ട്, അതൊന്ന് കേൾക്കണം. മോനെ മാമൻ ചോക്ലേറ്റ് വാങ്ങിച്ചില്ലാട്ടോ, ഇരുപത് വാങ്ങിച്ചോട്ടെ. സാർ ഒരു പാവൻ ചെക്കൻ്റെ ജീവിതമാണ്. ഓൻ ചെറുപ്പമാണ്, ഓൻ്റെ ലൈഫാണ്. ഓൻ എന്തെങ്കിലും കടുകൈ കാണിച്ചാലോ? ഓൻ ചെയ്യോ? ചെയ്യും, എനിക്ക് ഉറപ്പാ. ഞാനേ കുടുംബ കോടതി ജഡ്ജാ, സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ല. വക്കീൽ കൈയിടുത്. സാർ 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 എല്ലാ വക്കീലുമാരും ചെയ്യുന്നത് തന്നെയല്ലേ സാർ ഞാൻ ചെയ്തുള്ളൂ. സാറിന് അത് അറിയാവുന്ന തോന്നുന്നു. പിന്നെ എന്തിനാന്ന് സാർ സാർ ഇപ്പൊ കാണിക്കുന്നത് ഒരു സ്കൂൾ മാഷിന്റെ വാശിയാണ്. വക്കീൽ കൈയിടുത്. പോയി പോ. സാർ സാർ എന്തിനാ ഇതിപ്പോ എന്തെന്നാ ചെയ്യാ? നമുക്കൊരു വീട്ടിൽ പോയി കണ്ടാലോ? അതൊന്നും ശരിയാവില്ല. വക്കീലെ, നമുക്ക് ഹൈക്കോർട്ടിൽ നിന്ന് പിടിമുറിക്കാലോ? ഇനക്ക് ഹൈക്കോർട്ട് എവിടെയാണെന്ന് അറിയോ? സംസൂക്കിന്നറിയില്ലേ? സംശയിക്കൊക്കെ അറിയാം. അതിൻ്റെ ഇടയിൽ എനിക്കിട്ട് താങ്ങുന്നത് ഇങ്ങോട്ട് നടക്കും. മാറ്റർ സെറ്റിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സെറ്റിൽമെന്റ് ടോക്ക് ഈസ് ഗോയിങ് ഓൺ. തീരുവോ? സ്കോപ്പ് ഉണ്ടാ? യെസ്. ഒരു പോസ്റ്റിംഗ് കൂടെ വേണ്ടേ? യുവർ ഓണർ, 1 month ടൈം മേ കൈൻഡ്ലി ബി ഗ്രാൻഡഡ്. അടുത്ത പോസ്റ്റിംഗിൽ തീർന്നില്ലെങ്കിൽ ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകും. യെസ് യുവർ ഓണർ. October 10. പിടിക്കടോ. നെക്സ്റ്റ്. MC 115/18 ആ 160/18 എടുക്ക്. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. നെക്സ്റ്റ് ഹിയറിംഗ് August 20. താങ്ക് യു സാർ.